ഹലോ നമസ്കാരം. അപ്പോ ഞാനിപ്പോ ഇന്ന് വന്നത് ടർബോ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ നല്ലൊരു ചിത്രം. അതിനെ ഡീഗ്രേഡ് അടിക്കുന്നതിന് വേണ്ടി ഒത്തിരി തമ്പ്രാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാബോയ വാക്കത്തി പോലെ ഒരുപാട് വെട്ടി നോക്കി, പക്ഷേ ഇതുവരെ ഒരു മുറിവേറ്റിട്ടില്ല. ഓരോ വെട്ടിനും പ്രേക്ഷകരുടെ പ്രതികരണം ശരിക്കും പറഞ്ഞാൽ വമ്പൻ ഹിറ്റാണ് ചിത്രം. മമ്മൂക്ക എന്ന മഹാനടന്റെ ഈ ഒരു അഭിനയ മികവ്, അത് ഈ ബാബോയ വാക്കത്തി തമ്പ്രകന്മാരില്ലേ, അവിടെ അണ്ണാക്കിൽ പിരിവെട്ടി. ഒന്നും പറയാനില്ല. അസാധ്യ കഴിവ് എന്ന് പറഞ്ഞ അസാധ്യ കഴിവ്. ചിത്രത്തിന്റെ മേക്കിംഗ്, ഡയറക്ഷൻ ഒക്കെ വളരെ പക്ക. ഒന്നും പറയാനില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല. കാരണം പ്രേക്ഷകരാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു ചിത്രം. പ്രേക്ഷകരെ പ്രതികരിച്ചു തുടങ്ങി. ഈ മീഡിയയിലുള്ള തമ്പ്രാക്കന്മാരെ ഓരോ നെഗറ്റീവ് ഡീഗ്രേഡ് അടിക്കുന്നതിന് വേണ്ടി ഒത്തിരി നെഗറ്റീവുകൾ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ പ്രേക്ഷകരാണ് മുന്നിട്ടിറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഈ ഒരു ഏജ് വെച്ചിട്ട് അളന്നവരൊക്കെ വളരെ താഴെ പോയിരിക്കുന്നു. ഈ ഒരു പ്രായത്തിലും അസാധ്യ കഴിവ്, അസാധ്യ മികവ്, അദ്ദേഹത്തിന്റെ ഓരോ ആക്ഷൻ രംഗങ്ങളും ഇപ്പോഴുള്ള പുതിയൊരു ന്യൂ ജനറേഷൻ അഭിനേതാക്കൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ ഒരു 25% ആളുകൾ പറഞ്ഞത് മമ്മൂക്കയ്ക്കെതിരെ വരുന്ന ആ ഒരു വില്ലൻ, ശരിക്കും ആദ്യം വില്ലൻ വന്നപ്പോൾ പ്രതീക്ഷിച്ചത്, ശരിക്കും വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു ആജാനബാഹു അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു മസലുള്ള ഒരു അഭിനേതാവാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. വില്ലൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആദ്യമൊന്നും അത്രയ്ക്ക് സുഖകരമല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അഭിഷേട്ടി എന്ന് പറയുന്ന ഈ ഒരു നടന്റെ അസാധ്യ കഴിവ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വില്ലൻ എന്ന് പറയുന്നത് ഇതാണ് വില്ലൻ എന്ന് ഓരോ പ്രേക്ഷകരും ഈ ഒരു സിനിമ മുഴുവനും കണ്ടതിന് ശേഷം ആ വില്ലനെ ഹൃദയത്തിൽ ഏറ്റി എന്നാണ് പറയുന്നത്. എനർജി വില്ലൻ. ഷെട്ടിയുടെ ആ ഒരു അഭിനയ മികവ് കണ്ടതിന് ശേഷം പ്രേക്ഷകർ ആ ചിത്രം കഴിഞ്ഞിറങ്ങിയതിനു ശേഷം പറഞ്ഞത്, ഇദ്ദേഹമാണ് യഥാർത്ഥ വില്ലൻ. ശരീരത്തിലോ തടിയിലോ ഒന്നും അല്ല കാര്യം, അദ്ദേഹത്തിന്റെ അഭിനയ മികവാണ്. മമ്മൂക്കയ്ക്ക് ഒത്ത വില്ലൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിക്കുകയാണെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു വില്ലനെ മലയാളികൾക്ക് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആർ.ബി. ഷെട്ടി നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള കഴിവുള്ള, അസാധ്യ കഴിവുള്ള ഒരു നടനാണ് എന്ന് പ്രേക്ഷകർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ വീണ്ടും കാത്തിരിക്കുകയാണ് ടർബോ എന്നൊരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി. ശരിക്കും കാത്തിരിപ്പാണ്. പക്ഷേ വീണ്ടും മമ്മൂക്ക കത്തിക്കേറും എന്നുള്ളതിന് യാതൊരു വ്യത്യാസം ഉണ്ടാകില്ല. തീർച്ചയായിട്ടും അദ്ദേഹം കത്തിക്കേറും. ടർബോ സെക്കൻഡ് ഇറങ്ങാനുള്ള സാധ്യതകൾ അധികമാണ്. ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷൻസും അതിനൊപ്പം തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വലിയൊരു വാല്യൂ, അത് തീർച്ചയായിട്ടും രണ്ടാം ഭാഗത്തിന് സാധ്യതയുണ്ട്.